നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബർ 18 രാത്രി 7:52 PM വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് രാശി മാറുന്നു. അപ്പോൾ 5 രാശിക്കാർക്ക് നേട്ടങ്ങൾ വരും. പിന്നെ 3 രാശിക്കാർക്ക് അല്പം ദോഷമൊക്കെ വരും. എങ്കിലും ഇതൊരു ശുഭഗ്രഹമാണല്ലോ വ്യാഴം. അതുകൊണ്ട് കാര്യമായ ഗുരുതരമായ പ്രശ്നമൊന്നും വ്യാഴം ഉണ്ടാക്കത്തില്ല. അത് മാത്രമല്ല, വ്യാഴം നിൽക്കുന്നത് ഉച്ചരാശിയായ കർക്കിടകത്തിലോട്ടാണ് മാറുന്നത്. മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറുന്നു. അത് പക്ഷേ 48 ദിവസം, അതായത് ഡിസംബർ 5 വരെയാണ് കർക്കിടകത്തിൽ നിൽക്കുന്നത്. അതിനുശേഷം വീണ്ടും മിഥുനത്തിലേക്ക് വരും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ വ്യാഴം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമതായിട്ട് ദൈവാധീനം കൂടും, ഭാഗ്യം കൂടും. രണ്ടാമത് ധനവരവ് കൂടും. പിന്നെ ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഗൃഹലാഭം, വീട് ആയിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും വ്യാഴം അനുകൂലമായാൽ. പിന്നെ ഭൗതിക സുഖങ്ങളെന്നൊക്കെ പറയുമ്പോൾ വാഹനം, പിന്നെ ആഭരണ ലാഭം, വസ്ത്രലാഭം, ഭക്ഷണ സുഖം. പിന്നെ തീർച്ചയായിട്ടും വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വ്യാഴം അനുകൂലമായിട്ട് വന്നാലുള്ള ഗുണങ്ങൾ. പിന്നെ പ്രതികൂലമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ പൊതുവെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു വിഘ്നങ്ങളും തടസ്സങ്ങളും എല്ലാം വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ പ്രതികൂലമായിട്ട് നിൽക്കുന്ന രാശിക്കാരുടെ കാര്യം ഒന്ന് നോക്കാം. അവർ തീർച്ചയായിട്ടും വലിയതായിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം വ്യാഴം ഒന്നാമത് ശുഭഗ്രഹമാണ്, രണ്ടാമത് ഉച്ചരാശിയായ കർക്കിടകത്തിലാണ് നിൽക്കുക. അപ്പോൾ വലിയ ദോഷമൊന്നും ആർക്കും വരത്തില്ല. ഈ ശനിയും സർപ്പവും ഒക്കെ കയറി മോശമായിട്ട് നിൽക്കുമ്പോഴാണ് പണി പാലും വെള്ളത്തിൽ കിട്ടുന്നത്. ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഭാഗ്യവർദ്ധനവ് എന്തായാലും ഉണ്ടാവും അനുകൂലമായിട്ട് നിൽക്കുന്നവർക്ക്. അപ്പോൾ പ്രതികൂലമായിട്ട് നമുക്ക് നോക്കാം. 6, 8, 12 ഈ രാശി ഭാവങ്ങളിൽ വരുമ്പോഴാണ് വ്യാഴം പ്രതികൂലമെന്ന് നമുക്ക് പറയാവുന്നത്. അതിവിടെ 6ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് കുംഭം രാശിക്കാണ്. കുംഭം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അവിട്ടം അവസാനം 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭൻ രാശിക്ക് ഈ കാലയളവിൽ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും കാണുന്നില്ല. വ്യാഴത്തിനോടൊപ്പം ഇവർക്ക് ശനിയും സർപ്പവും പ്രതികൂലമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അല്പം സൂക്ഷിക്കേണ്ട സമയമാണ്. ഏതാണ്ട് ഈ കാലയളവിൽ ചൊവ്വ ഒക്ടോബർ 27 വൃശ്ചികത്തിലോട്ട് മാറുന്നത് ഇവർക്ക് ശുഭകരമാണ്. സ്വക്ഷേത്രവുമാണ് ചൊവ്വ. അപ്പോൾ അത് കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട്, അതൊരു നേട്ടമാണ്. പിന്നെ ശുക്രൻ പൊതുവെ ഇവർക്ക് വലിയ ദോഷമൊന്നും ചെയ്യുന്നില്ല, അനുകൂലമായിട്ടൊക്കെ വരുന്നു. എങ്കിലും കുംഭൻ രാശിക്ക് വ്യാഴത്തിൻ്റെ മാറ്റം ശനിയും സർപ്പവും പ്രതികൂലമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അല്പം ദോഷം ചെയ്യും. തീർച്ചയായിട്ടും ഇവരുടെ പരിഹാരം എന്നുള്ള നിലയിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. പിന്നെ ആഴ്ചയിൽ 7 ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും
ദർശനമെങ്കിലും നടത്തുക. ഓക്കെ. ഇനി നമുക്ക് 12ാം ഭാവത്തിൽ വ്യാഴം വരുന്ന രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ്. മകം പൂര ഉത്ര ആദ്യ പാദം. ചിങ്ങം രാശിക്ക് പക്ഷേ ചൊവ്വ കുറച്ച് നാൾ ഒക്ടോബർ 27 വരെ അനുകൂലമായിട്ട് നിൽക്കുന്നു. പിന്നെ അതും പ്രതികൂലമായിട്ട് വരുന്നു. പക്ഷേ ചൊവ്വ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാപഗ്രഹമാണെങ്കിൽ സ്വക്ഷേത്രത്തിലാണ് വരാൻ പോകുന്നത് ഒക്ടോബർ 27 തൊട്ട്. അപ്പോൾ കാര്യമായ പ്രശ്നം. പിന്നെ തുലാം രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് തുലാം മാസം നേട്ടമാണെങ്കിലും പിന്നെ ഇവർക്ക് പ്രതികൂലമായിട്ട് അനുകൂലമല്ലാതാവുന്നു. അപ്പോൾ ഇവർക്ക് വ്യാഴം 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് വരികയും ചെയ്യുന്നു. അഷ്ടമത്തിലെ ശനിയുമാണ്. അപ്പോൾ ഈ 48 ദിവസം തീർച്ചയായിട്ടും ഇവരെ വളരെയധികം സൂക്ഷിക്കണം. കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങൾ, അതിനോടൊപ്പം സർപ്പവും ഇവർക്ക് ദോഷകരമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവനെ അയ്യപ്പനെ ശനിക്ക് വഴിപാടുകൾ നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതോടൊപ്പം സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പിന്നെ പ്രതികൂലമായിട്ട് വ്യാഴം വരുന്ന മറ്റൊരു രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ്. ധനുരാശിക്ക് പക്ഷേ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ അനുകൂല ഭാവം കൊണ്ട് വലിയ ദോഷമൊന്നും ഉണ്ടാകത്തില്ല. ധനുരാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മൂലം പൂരാട ഉത്രാടം ആദ്യ പാദം. ഈ ധനുരാശിക്ക് ഈ കാലയളവിൽ സൂര്യൻ, ബുധൻ, ചൊവ്വ, സർപ്പം, ശിഖി ഇതൊക്കെ കുറച്ചൊക്കെ അനുകൂലമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ശനിയും വ്യാഴവും ഒരുമിച്ച് പ്രതികൂലമാവുമ്പോൾ ഉള്ള ദോഷങ്ങൾ കുറേയൊക്കെ കുറഞ്ഞിരിക്കും. ശനിയാഴ്ച നമ്മൾ വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ധനുരാശിക്കാർ. ഇനിയിപ്പോൾ 5 രാശിക്കാർ നേട്ടമുള്ള രാശിക്കാരുണ്ട്. എങ്കിലും 5 3 8 രാശിക്കാരുടെ കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. 9 ബാക്കിയുള്ള 4 രാശിക്കാർ അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് വരുന്നത്. അത് ഞാൻ എടുത്തു പറയുന്നില്ല. ഇനിയിപ്പോൾ അത് ഈ ദിനഫലം ഇടുന്ന കൂട്ടത്തിൽ അത് സൂചിപ്പിച്ചേക്കാം. കാരണം അവർക്ക് കാര്യമായ ദോഷമൊന്നും ഉണ്ടാകത്തില്ല, അതേസമയം കാര്യമായിട്ടുള്ള ഗുണവും ഉണ്ടാകത്തില്ല. ഈ പറഞ്ഞ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കിട്ടുന്ന 4 രാശിക്കാർ 5 3 8. ഓക്കെ. ഇനി നമുക്ക് ഈ ഗുണങ്ങൾ കിട്ടുന്ന രാശിക്കാരോട് നോക്കാം. അതിൽ ആദ്യമായിട്ട് ഞങ്ങൾ പറയുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് 2ാം ഭാവത്തിൽ ധനസ്ഥാനത്താണ് വ്യാഴം വരാൻ പോകുന്നത്. അപ്പോൾ ഇവർക്ക് സർപ്പവും ശിഖിയൊക്കെ അനുകൂലമാണ് നേരത്തെ തന്നെ. പിന്നെ ശനി വന്നിട്ട് 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത്. അത് അത്യാവശ്യം ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് പറയാമെങ്കിലും ശനിയാഴ്ച വരെ വ്രതമെടുത്ത് ശിവനെ അയ്യപ്പനെ ശനിക്ക് വഴിപാട് നടത്തുന്നത് നന്നായിരിക്കും. വ്യാഴം കൊണ്ട് ഇവർക്ക് നേട്ടമാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ നേട്ടങ്ങളൊക്കെ ഞാൻ ഏകദേശം പറഞ്ഞിരുന്നു ആദ്യം മുഴുവനായിട്ട്. എങ്കിലും ഇവർക്ക് 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് വ്യാഴം വരുമ്പോൾ തീർച്ചയായിട്ടും ധനവരവാണ് പ്രധാനമായിട്ടും വിവിധ സ്രോതസ്സിൽ നിന്നുണ്ടാകുന്നത്. മിഥുനം രാശിക്ക് വ്യാഴം അനുകൂലമാണ് ഈ 48 ദിവസം. ഓക്കെ. അതായത് ഒക്ടോബർ 18 തൊട്ട് ഡിസംബർ 5 വരെ. പിന്നെ നമ്മൾ ഗുണമായിട്ട് പറയുന്നത് മീനം രാശിയാണ്.
മീനം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. 5ാം ഭാവത്തിൽ മീനം വ്യാഴം വരുമ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടും ഈ പ്രണയ ജീവിതത്തിൽ വലിയ ഊഷ്മളമായ മാറ്റം ഉണ്ടാവും. പൊതുവെ ഭാഗ്യവർദ്ധനം ഉണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും ഇവർക്ക് ധനവരവൊക്കെ ഉണ്ടാവും. പൊതുവെ ഭൗതിക സുഖങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ അത് ആദ്യം പറഞ്ഞു. അപ്പോൾ 5ാം ഭാവത്തിൽ മീനം രാശിക്ക്, പിന്നെ മീനം രാശിക്ക് പക്ഷേ ജന്മത്തിൽ ശനിയാണ്. അതുപോലെ തന്നെ 12ാം ഭാവത്തിൽ സർപ്പവും നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദോഷഫലം ഉണ്ട്. പക്ഷേ വ്യാഴം അനുകൂലമാകുമ്പോൾ കുറച്ച് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. പൊതുവെ മീനം രാശിക്ക് 5ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് നല്ലതാണ്. നേട്ടങ്ങൾ ഉണ്ടാവും. ആദ്യം പറഞ്ഞ നേട്ടങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പറയുന്ന രാശി എന്ന് പറയാൻ മകരം രാശിയാണ്. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് 7ാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത്. അപ്പോൾ ദാമ്പത്യ സുഖം, ഈ 48 ദിവസം ദാമ്പത്യ സുഖം മാത്രമല്ല, ഇവർക്ക് ഈ 18ാം തീയതി, അതായത് ഒക്ടോബർ 19ാം തീയതി, 18ാം തീയതി മാറുന്നത് രാത്രി, അപ്പോൾ 19ാം തീയതി ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ആദ്യ ഭാഗത്ത്, അതായത് വ്യാഴം മാറുന്നതിൻ്റെ ആദ്യ കാലങ്ങളിൽ ഇവർക്ക് 6-7 ഗ്രഹങ്ങൾ വ്യാഴം ഉൾപ്പെടെ അനുകൂലമായിട്ട് വരും. പ്രത്യേകിച്ച് ശനി ഇവർക്ക് നേരത്തെ തന്നെ അനുകൂലമാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒക്ടോബർ 18 മുതൽ 48 ദിവസം വ്യാഴവും കൂടി അനുകൂലമായിട്ട് വരും. അപ്പോൾ ഇതിനിടയ്ക്ക് ചൊവ്വയും ബുധനും സൂര്യനും ശുക്രനും ഒക്കെ രാശി മാറുന്നുണ്ട്. എങ്കിലും പ്രധാനമായിട്ടും ഇവിടെ ശനിയും വ്യാഴവും അനുകൂലമായിട്ട് വരുന്നു. അതുകൂടാതെ പലപ്പോഴായിട്ട് മറ്റ് ഗ്രഹങ്ങളും അനുകൂലമായിട്ടൊക്കെ വരുന്നു. അപ്പോൾ മകരം രാശിക്ക് പൊതുവെ ഗുണാധിക്യം കൂടിയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ 2 ദിവസം കൂടുമ്പോൾ ഞാൻ ദിനഫലം ഇടുന്നുണ്ടല്ലോ, അതിനകത്ത് പറഞ്ഞോളാം. ഓക്കെ, എന്തായാലും മകരം രാശിക്കും നേട്ടങ്ങളുടെ കാലമാണ് വരാൻ പോകുന്നത്. പിന്നെ ഞങ്ങൾ പറയുന്നത് വൃശ്ചികം രാശിയുടെ കാര്യമാണ്. വൃശ്ചികം രാശിക്ക് 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം വരുന്നത്. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് കാര്യമായ ഗ്രഹങ്ങളൊന്നും ഇവർക്ക് സപ്പോർട്ടില്ല, വ്യാഴം ഒഴിച്ച്. വ്യാഴം 9ാം ഭാവത്തിൽ 48 ദിവസം വരും. അപ്പോൾ ദൈവാധീനം വർദ്ധിക്കും, ഭാഗ്യം വർദ്ധിക്കും, അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ. പിന്നെ ഭൗതിക സുഖങ്ങളൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്യും. അസാമാന്യമായിട്ടുള്ള ധനവരമൊക്കെ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് മറ്റ് ഗ്രഹങ്ങളുടെ ഒരു ആനുകൂല്യം കാര്യമായിട്ട് കിട്ടുന്നില്ല. 5ാം ഭാവത്തിലെ ശനിയുണ്ട്, എന്നാൽ തന്നെ അവിടെ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമേ ശനി തരത്തുള്ളൂ. ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ 12ാം ഭാവത്തിലും ജന്മത്തിലുമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ വൃശ്ചികം രാശിക്ക് 9ാം ഭാവത്തിൽ വ്യാഴം വരുമെങ്കിലും കാര്യമായ സപ്പോർട്ട് മറ്റ് ഗ്രഹങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതുകൊണ്ട് കാര്യമായ നേട്ടം പ്രതീക്ഷിക്കേണ്ട. എങ്കിലും തീർച്ചയായിട്ടും ഗുണദോഷ സമ്മിശ്രമായിട്ടെങ്കിലും ഈ കാലഘട്ടം, ഈ 48 ദിവസം കടന്നു പോവും. മോശമല്ലാത്ത ഗ്രഹനിലയും മോശമല്ലാത്ത മഹാദശയും അന്തർദശയൊക്കെ ഉള്ളവർക്ക് കൂടുതൽ നേട്ടമായിരിക്കും. പ്രത്യേകിച്ച് വ്യാഴം ഗ്രഹനിലയിൽ ശക്തവും കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും നേട്ടങ്ങൾ കൂടിയിരിക്കും. എങ്കിലും വൃശ്ചികം രാശിക്ക് ഞങ്ങൾ പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരുന്നുണ്ടെങ്കിൽ, കാരണം എന്ന് പറഞ്ഞാൽ മറ്റ് ഗ്രഹങ്ങൾ പൊതുവേ ഇവർക്ക് അനുകൂലമല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ 5ാമത്തെ രാശി ഞങ്ങൾ പറയുന്നത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം വരുന്ന രാശിയാണ്. അത് കന്നി രാശിയാണ്. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം വരുന്നത് മാത്രമല്ല, മറ്റ് പല ഗ്രഹങ്ങളും പ്രത്യേകിച്ച് സർപ്പവും ശിഖിയും ഒക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരികയാണ്. അപ്പോൾ ഇവർക്ക് നേട്ടങ്ങൾ
ധാരാളം ഉണ്ടാവും. അതായത് വ്യാഴത്തിൻ്റെ ഒരു സ്ഥാനം വെച്ച് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടേണ്ടത് കന്നിരാശിക്കാണെങ്കിലും ഇവിടെ ഞങ്ങൾ ഈ 5 രാശിക്കാരുടെ കാര്യം പറഞ്ഞതിൽ പ്രധാനമായിട്ടും മകരം രാശിക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് കന്നിരാശിക്ക് സ്ഥാനം കൊടുക്കാം. കാരണം അവർക്കും മറ്റ് ഗ്രഹങ്ങളുടെ, വ്യാഴത്തിൻ്റെ കൂടാതെ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ആനുകൂല്യം ഇവർക്ക് ലഭിക്കും. അപ്പോൾ കന്നിരാശിക്കും നേട്ടമാണ്. മകരം രാശിക്കും കന്നിരാശിക്കുമാണ് ഈ വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. 3ാം സ്ഥാനം ഞങ്ങൾ മിഥുനം രാശിക്ക് നൽകുന്നു. മീനം രാശിക്കും വൃശ്ചികം രാശിക്കും അത്യാവശ്യം ഗുണദോഷ സമ്മിശ്രമായിട്ട് ഉള്ള ഒരു ഫലമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്തായാലും ബാക്കിയുള്ള രാശിക്കാർ, ഈ 8 രാശിക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു. ആദ്യം പ്രതികൂലമായിട്ട് വരുന്ന 3 രാശിക്കാരുടെ കാര്യം പറഞ്ഞു, പിന്നെ ഇപ്പോൾ 5 രാശിക്കാരുടെ കാര്യം പറഞ്ഞു. അപ്പോൾ 8 രാശിക്കാരെ കുറിച്ച് ഞങ്ങൾ പ്രതിപാദിച്ചു. ഇത് പ്രതിപാദിക്കാത്ത 4 രാശിക്കാരുണ്ട്. അവർക്ക് ഈ പറഞ്ഞതുപോലെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമൊക്കെ വരത്തുള്ളൂ. വ്യാഴം ഒന്നാമത് ശുഭഗ്രഹമാണ്. അതുകൂടാതെ ഉച്ചരാശിയിലായിട്ട് വരികയാണ്. പിന്നെ തീർച്ചയായിട്ടും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.